ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2012 പുറത്തിറങ്ങിയ പെയിന്റഡ് സ്കിൻ ദ റെസ്ട്രക്ഷൻ എന്ന ഒരു ചൈനീസ് ഫാന്റസി ആക്ഷൻ മൂവിയെ പറ്റിയാണ്. ഒട്ടും വൈകിക്കാതെ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഥയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ഐസിനകത്ത് അകപ്പെട്ട് കിടക്കുന്ന ഒരു ഫോക്സ് ഡീമനെയാണ് കാണിക്കുന്നത്. ഡീമൻ എന്ന് വെച്ചാൽ ഭൂതങ്ങൾ, സാത്താന്മാര് അങ്ങനെയൊക്കെ പറയില്ലേ, അത് തന്നെയാണ്. അതെങ്ങനെ ഐസിനകത്ത് വന്നതെന്നല്ലേ? അതിനൊരു റീസൺ ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അവൾ സ്വന്തം മന്ത്രങ്ങൾ ഉപയോഗിച്ച് ഒരു മനുഷ്യനെ സഹായിച്ചിട്ടുണ്ടത്രേ. അത് ഡീമൻസിന്റെ റൂളുകൾക്ക് എഗെയിൻസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് വിധിക്കപ്പെട്ട ഒരു പ്രത്യേക തരം പണിഷ്മെന്റ് ആയിരുന്നു അത്. ആ ഡീമന്റെ പേരാണ് യുവി. അന്നേരമാണ് ഒരു ബേർഡിനെ കാണിക്കുന്നത്. അത് അതിന്റെ മൂർച്ചയുള്ള കൊക്കുകൾ ഉപയോഗിച്ച് ആ ഐസ് പാളി തകർത്ത് യുവിയെ രക്ഷിക്കുകയാണ്. ഒരു സാധാരണ പക്ഷിക്ക് അത്ര കഠിനമായ ഐസ് തകർക്കാൻ പറ്റുമെന്നല്ലേ ഡൗട്ട്? വളരെ ശരിയാണ്. അത് വെറും ഒരു സാധാരണ പക്ഷിയായിരുന്നില്ല. അവളെ സഹോദരിയെ പോലെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ബേർഡ് ഡീമൻ ആയിരുന്നു അത്. അടുത്ത സീനിൽ യുവി ഒരു രാജകുമാരനൊപ്പം ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അവൻ അവളുടെ കൂടെ ശിഷ്ടകാലം ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ജീവിച്ചാൽ അതിനു പകരമായി നീ എനിക്ക് എന്ത് തരുമെന്ന് യുവി ചോദിക്കുവാണ്. എന്നാൽ നീ ആവശ്യപ്പെടുന്നത് എന്തും തന്നെ ഞാൻ നിനക്ക് നൽകുമെന്ന് ആ രാജകുമാരൻ വാക്ക് നൽകുന്നു. അന്നേരം അവൾ ചോദിക്കുന്നതാകട്ടെ അവന്റെ ഹൃദയം തന്നെയായിരുന്നു. എന്നാൽ അത് വെറും ഒരു തമാശ മാത്രമായി തോന്നിയ രാജകുമാരനാവട്ടെ പരിഹാസം എന്നോണം ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ പെട്ടെന്ന് പുറകിൽ പതുങ്ങിയിരുന്ന ആ ബേർഡ് ഡീമൻ അവളുടെ കൂർത്ത നഖങ്ങളുള്ള കൈകൾ കൊണ്ട് അവന്റെ ഹൃദയം പറിച്ചെടുക്കുന്നു. ഇവനും എല്ലാ മനുഷ്യരെയും പോലെ തന്നെ കള്ളന്മാരാണെന്നും പറയുവാണ് ആ ബേർഡ് ഡീമൻ അപ്പോൾ. അതിനുശേഷം അവർ സംസാരിക്കുവാണ്. അതിൽ നിന്നും യുവി ഒരു മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്നെന്ന കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ഡീമൻസ് ഒരു കാലം കഴിഞ്ഞാൽ ഐസായി മാറും. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ചൂട് ഹൃദയം കിട്ടിയാൽ മാത്രമേ അവൾക്ക് മനുഷ്യനായി മാറാൻ കഴിയൂ. അതും ആ മനുഷ്യൻ സന്തോഷത്തോടെ നൽകിയാൽ മാത്രം. അതുമാത്രമല്ല, ഇതൊക്കെ സൂര്യഗ്രഹണത്തിന് മുൻപ് തന്നെ നടക്കുകയും വേണം. ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ യുവിയെ കുറച്ച് കുതിര സവാരിക്കാർ അങ്ങനെ ഓടിക്കുന്നതാണ്. അന്നേരം അവിടെ വരുന്ന മറ്റൊരു ഹോഴ്സ് റൈഡർ ആവട്ടെ മറ്റുള്ളവരിൽ നിന്ന് അവളെ ഫൈറ്റ് ചെയ്തു തന്നെ രക്ഷിക്കുന്നു. മുഖം പകുതിയും ഒരു സ്വർണ്ണ നിറമുള്ള മാസ്ക് വെച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അയാൾ. ഫൈറ്റൊക്കെ കഴിഞ്ഞ് യുവിയെയും പുറകിലെടുത്തി അവൻ കുതിരയിൽ കയറി പോകുവാണ്. അന്നേരം അവനെ ചാരി നിന്ന യുവിക്ക് അവന്റെ ഹൃദയം തുടിക്കുന്ന ശബ്ദം നന്നായി തന്നെ കേൾക്കാമായിരുന്നു. തനിക്ക് ആ ഹൃദയം കിട്ടുമെന്നുള്ള ഒരു ഹോപ്പ് അവൾക്ക് ഉണ്ടാവും ചെയ്യുന്നുണ്ട്. അടുത്ത സീനിൽ ആ ഹൗസ് റൈഡർ ഒരിടത്ത് വിശ്രമിച്ച് ഉറങ്ങുമായിരുന്നു. അന്നേരം യുവി തന്നെ മന്ത്രം ഉപയോഗിച്ച് അവനെ ബോധം കെടുത്തുന്നു. എന്നിട്ട് ആ മാസ്ക് ഊരി നോക്കുന്ന നേരമാണ് അതൊരു പെണ്ണായിരുന്നെന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. ജിങ് എന്ന് പേരുള്ള വൈൽഡ് സിറ്റിയുടെ രാജകുമാരിയായിരുന്നു അവൾ. പാതിമുഖം അവൾ മറച്ചതിന് പിന്നിലും ഒരു കാരണമുണ്ടായിരുന്നു. ആ ഭാഗം മുഴുവൻ മുറിവായിരുന്നു. ആ അബോധാവസ്ഥയിലും അവൾ ഒരാളുടെ പേര് തന്നെ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു, ഹുവാഷിൻ. അത് മറ്റാരുമായിരുന്നില്ല, അവള് സ്നേഹിച്ചിരുന്ന ആളായിരുന്നു. ബോധം തെളിഞ്ഞ രാജകുമാരിയാവട്ടെ യുവിയെയും കൂട്ടി നേരെ കൊട്ടാരത്തിലോട്ടാണ് പോകുന്നത്. അതേസമയം തന്നെ കൊട്ടാരത്തിന്റെ പുറത്ത് മറ്റൊരാളെ കാണിക്കുന്നുണ്ട്. അയാൾ ഒരു ഡീമൻ ഹണ്ടറാണ്. അവിടെ നിന്നിരുന്ന കുട്ടികളോട് അയാൾ ഒരു കഥ പറയുന്നത് പോലെ പറയുവാണ്. എന്റെ അച്ഛനപ്പൂപ്പന്മാർ ഡീമൻ ഹണ്ടേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ രക്തത്തിന് പോലും അത്തരം സാത്താന്മാരെ കൊല്ലാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം അറിയാമോ? ഡീമൻസിന് മനുഷ്യന്റെ രൂപമാവാനും സാധിക്കും. പൂർണ്ണമായും മനുഷ്യനാവണമെങ്കിൽ അവർക്ക് മറ്റൊരു മനുഷ്യന്റെ ചുടു ഹൃദയം കഴിക്കേണ്ടതുണ്ട്. ഇതൊക്കെ കേട്ട് പിള്ളേരങ്ങനെ അന്തം വിട്ട് നിപ്പാണ്. അതിനുശേഷം കയ്യിലെ ഒരു പഴകിയ കുപ്പിയെടുത്തിട്ട് അയാൾ ഉയർത്തി കാണിക്കുന്നു. അതിനകത്ത് ഒരു ഡീമൻ ഫോക്സിന്റെ വാൽക്കഷ്ണമുണ്ട്. അത് തിളങ്ങിയാൽ അവിടെ അടുത്ത ഒരു ഡീമന്റെ പ്രസൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. തൊട്ടടുത്ത നിമിഷം തന്നെ അത് പ്രകാശിക്കാൻ തുടങ്ങുന്നു. അതായത് അടുത്തെവിടെയോ ഒരു ഡീമനുണ്ട്. ഇത് മനസ്സിലാക്കിയ അയാളാവട്ടെ ഇക്കാര്യം കൊട്ടാരത്തിൽ അറിയിക്കാനായി തൽക്ഷണം അവിടെ നിന്ന് ഓടുവാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ രാജകുമാരി പറഞ്ഞുകൊണ്ടിരുന്ന ഹുവാഷിൻ എന്ന ആളെയാണ് കാണിക്കുന്നത്. അയാൾ ആ രാജകുമാരിയുടെ കൊട്ടാരത്തിലെ ജനറൽ ആയിരുന്നു. ആയോധന കലകളിൽ വളരെയധികം പ്രാവീണ്യം അയാൾക്കുണ്ടായിരുന്നു. കണ്ണടച്ചു പോലും ഉന്നം തെറ്റാതെ അമ്പെയ്ത് ലക്ഷ്യസ്ഥാനത്തെത്താൻ അയാൾക്ക് സാധിച്ചിരുന്നു. അന്നേരം തന്നെ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കി തരുന്നുണ്ട്. കുറച്ചു കാലം മുമ്പ് ജിങ് അവനോട് തന്റെ പ്രണയം പറഞ്ഞിരുന്നു. എന്നാൽ അവനത് നിരസിക്കുകയും ചെയ്തു. കാരണം അവളൊരു രാജകുമാരിയാണ് എന്നത് തന്നെയാണ്. അവർ തമ്മിൽ ഒരിക്കലും ചേരാൻ പാടില്ല എന്നയാൾ വിശ്വസിച്ചു. പക്ഷേ അവൾക്കത് സഹിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാട്ടിലേക്ക് ദേഷ്യപ്പെട്ട് ഒരു കുതിരപ്പുറത്ത് കയറി പോകുവാണ്. ആ പോയ പോക്കിലാണ് ഒരു കരടിയുമായി മൽപ്പിടുത്തം നടക്കുന്നതും അതിന്റെ മാന്തൽ കൊണ്ട് അവൾക്ക് തന്റെ മുഖത്തിന്റെ പാതി മുറിവായതും. അന്നേരം ഹുവാഷിൻ കുമാരിയെ തിരഞ്ഞ് അവിടേക്ക് കൃത്യസമയത്ത് വന്നു ചേർന്നതുകൊണ്ട് മാത്രമാണ് ആ കരടിയെ വകവരുത്തി കുമാരിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ. അങ്ങനെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ രാജകുമാരി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയം പുറത്താവട്ടെ ഡീമൻ ഹണ്ടർ വന്നിട്ടുണ്ട്.
എങ്ങനെയെങ്കിലും ഏതോ ഒരു ദുഷ്ടശക്തി കൊട്ടാരത്തിനകത്ത് കയറിപ്പറ്റിയെന്ന് പറയാനായിട്ടാണ് വരുന്നത്. എന്നാൽ ഭടന്മാരാവട്ടെ അയാളെ അകത്തോട്ട് കയറ്റാനായിട്ട് സമ്മതിക്കുന്നതേയില്ല. അന്നേരം കൊട്ടാരത്തിനകത്ത് ഒരു ഡാൻസ് പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡാൻസ് കളിക്കുന്നത് മറ്റാരുമല്ല, ഡീമനായ യുവി തന്നെയാണ്. അവൾ ആ ഡാൻസിനിടയിൽ തന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് ജനറൽ ഹുവാഷിനെ വശീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവന്റെ 2 കണ്ണുകളും കറുത്തുപോകുന്നു. അങ്ങനെ അവൻ സ്വയം അറിയാതെ യുവിയുടെ ഭംഗിയിൽ വശീകരിക്കപ്പെടുന്നു. വളരെയേറെ പരിചയമുള്ള കമിതാക്കളെ പോലെ അവർ പെരുമാറുന്നത് കാണുന്ന നമ്മുടെ രാജകുമാരി ജിങ് ആവട്ടെ അതുകൊണ്ട് ഒരുപാട് വിഷമിക്കുന്നു. അതേസമയം കൊട്ടാരത്തിന് പുറത്താണ് കാണിക്കുന്നത്. ബേർഡ് ഡീമൻ ആവട്ടെ ആ വൈൽഡ് സിറ്റിയിലൂടെ നടക്കുവാണ്. അതേ സമയത്ത് തന്നെ 2 ആളുകൾ അവളെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നു. അവിടെ നിൽപ്പുണ്ടായിരുന്ന ആ ഡീമൻ ഹണ്ടർ അത് കാണാനിടയാവുന്നുണ്ട്. എങ്ങനെയെങ്കിലും ആ പെങ്കൊച്ചിനെ രക്ഷിക്കണമെന്ന് കരുതി അയാൾ അങ്ങോട്ട് തന്നെ പോകുവാണ്. എന്നിട്ട് അവളെ രക്ഷിക്കാനായിട്ട് അവരുമായി ഫൈറ്റ് ഒക്കെ ചെയ്യുന്നു. അന്നേരം തന്നെ ആ ഡീമൻ ആവട്ടെ 2 പേരുടെയും ഹൃദയം പറിച്ചെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അത് കാണുന്ന ഡീമൻ ഹണ്ടർക്ക് അന്നേരം മാത്രമാണ് അവളൊരു ഡീമൺ ആയിരുന്നു എന്ന കാര്യം മനസ്സിലാക്കുന്നത്. അടുത്ത സീൻ കാണിക്കുമ്പോൾ ജിങ് ആവട്ടെ എന്തിനാണ് ഹുവാഷിൻ തന്നെ വേണ്ടെന്ന് പറഞ്ഞത്, അതുപോലെ തന്നെ മറ്റൊരു സ്ത്രീയുമായി അവൻ എങ്ങനെ അടുക്കാൻ സാധിച്ചു എന്നൊക്കെ ആലോചിച്ച് വളരെ വിഷമിച്ച് ഒരു കാട്ടിലൂടെ കുതിരസവാരി നടത്തുവാണ്. എന്തോ തീരുമാനിച്ച് ഉറച്ച പോലെയാണ് അവൾ പോകുന്നത്. അന്നേരം തന്നെ തായ്ലാങ് എന്ന് പറയുന്ന ഒരു സിറ്റിയും കൂടെ കാണിക്കുന്നുണ്ട്. ആ സിറ്റിയിലെ രാജകുമാരിയെയും അതോടൊപ്പം തന്നെ അവിടെയുള്ള വലിയ മന്ത്രവാദിയെയും കാണിക്കുന്നുണ്ട്. അയാൾ എന്തൊക്കെയോ മന്ത്രവിദ്യകൾ ചെയ്യുന്നുണ്ട്. അന്നേരം തന്നെ രാജകുമാരി പറയുന്നു, ഗോൾഡൻ മാസ്ക് ഇട്ട വൈൽഡ് സിറ്റിയുടെ പ്രിൻസസ് തിരിച്ചു വന്നിരിക്കുന്നു. നമ്മുടെ രാജകുമാരനെ തിരിച്ചു കൊണ്ടുവരാനായി എങ്ങനെയെങ്കിലും ആ കുമാരിയെ സ്വന്തമാക്കണം. ഇത് കേട്ട മാന്ത്രികനാവട്ടെ അന്നേരം നമുക്ക് സമയം വളരെ കുറവാണ്, വെറും 7 ദിവസങ്ങൾ മാത്രം. അത് കഴിഞ്ഞാൽ സൂര്യഗ്രഹണമാണ്. അതിനു മുൻപ് തന്നെ നമുക്ക് അവളെ ഇവിടെ ലഭിക്കണം എന്നുകൂടെ പറയുന്നു. ഇവരുടെ ആ ചർച്ചയ്ക്ക് പിന്നിൽ ഗൂഢമായ ഒരു ലക്ഷ്യമുണ്ട്. എന്നാൽ അതേ സമയം തന്നെ മറ്റൊരിടത്ത് മലമുകളിലെത്തിയ നമ്മുടെ ജിങ് ആവട്ടെ താഴെയുള്ള വെള്ളക്കെട്ടിലേക്ക് എടുത്തു ചാടുന്നു. എന്നാൽ അവിടെ അന്നേരം വന്ന യുവി അത് കണ്ട് അവളെ രക്ഷിക്കുകയാണ്. എന്നിട്ടോ അവളെ ജിങ്ങിനെ നന്നായിട്ട് ഉപദേശിക്കുന്നു. ആണുങ്ങളെല്ലാം ഒരുപോലെയാണ്, അവർക്ക് പെണ്ണിന്റെ സൗന്ദര്യം മാത്രമാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ പാതിമുഖം വിരൂപമായി നിന്നെ ഇനി അവൻ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല. ഇനി നിനക്ക് അവന്റെ സ്നേഹം വേണമെന്ന് നിർബന്ധമാണേ ഞാൻ നിനക്ക് നിന്റെ സൗന്ദര്യം തിരിച്ചു തരാം, പകരം നീ എനിക്ക് നിന്റെ ഹൃദയം നൽകണമെന്ന് മാത്രം. എന്നാൽ അതൊന്നും കേട്ട് ജിങ് ഭ്രമിക്കുന്നതേയില്ല. അവൾ ആ ഓഫർ നിരസിക്കുവാണ്. അടുത്ത സീൻ കാണിക്കുമ്പോൾ വൈൽഡ് സിറ്റിയിലേക്ക് തായ്ലാങ് സിറ്റിയിൽ നിന്നും ദൂതുമായി ഒരു ദൂതൻ എത്തിയിരിക്കുന്നു. അതെന്താണെന്നല്ലേ, ആ നാട്ടിലെ രാജകുമാരന് രാജകുമാരി ജിങ്ങിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നാണ്. എന്നാൽ അത് കേൾക്കുന്ന രാജകുമാരി അത് നിരസിക്കുന്നു. എന്നാൽ മടങ്ങാൻ നേരം ആ ദൂതൻ മറ്റൊരു കാര്യവും അറിയിക്കുന്നുണ്ട്. വിവാഹത്തിന് സമ്മതമല്ലെങ്കിൽ സിറ്റിയുടെ ബോർഡറിൽ നിൽക്കുന്ന ഞങ്ങളുടെ രാജ്യഭടന്മാർ യുദ്ധം കൊണ്ട് നിങ്ങളുടെ സിറ്റിയെ കീഴടക്കും. ഈ തിരസ്കാരത്തിന് മറുപടി ഒരു യുദ്ധം മാത്രമാണ് എന്നൊരു വാണിംഗും നൽകി മടങ്ങുന്നു. കുറച്ചു കഴിഞ്ഞ് കൊട്ടാരത്തിലെത്തിയ സൈനികൻ തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കാൻ തായ്ലാങ് സേന എത്തിക്കൊണ്ടിരിക്കുന്ന വിവരം അറിയിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ആക്രമണം പ്രതീക്ഷിക്കാം. അവർ തൊട്ടടുത്തെത്തിയിരിക്കുന്നു. എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ അകപ്പെടാത്ത രീതിയിൽ രാജകുമാരിയെ രക്ഷിക്കണം. അന്നേരം ശത്രുസേനയുമായി പോരാടാൻ ഹുവാഷിൻ ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് വരുന്നു. അന്നേരം തന്നെ രാജകുമാരിയെ മാറ്റാനും തീരുമാനിക്കുകയാണ്. ഹുവാഷിനും സൈനികന്മാരും തമ്മിൽ ഘോരമായ സംഘടനമാണ്. ഒരുപാട് ഭടന്മാരെ അവൻ തന്നെ വാളിനിരയാക്കുന്നു. ഒരുപാട് സമയത്തെ ആ ഒറ്റയാൾ പോരാട്ടത്തിനൊടുവിൽ അവന് മേൽ ഒരു അമ്പേൽക്കുന്നു. അവസാനം അവനെ കൊല്ലാൻ പോകുവാണ് എന്ന് മനസ്സിലാക്കിയ രാജകുമാരി ജിങ് അങ്ങോട്ട് ചെല്ലുന്നു. എന്നിട്ട് അടുത്ത 3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ രാജ്യത്ത് വന്ന് അവിടുത്തെ രാജകുമാരനെ വിവാഹം ചെയ്യാൻ സമ്മതമാണെന്ന് ഉറക്കെ വിളിച്ചു പറയുവാണ്. ഇതിന് സമ്മതമല്ല എങ്കിൽ ഈ നിമിഷം തന്നെ കഴുത്തറുത്ത് സ്വയം മരിക്കുമെന്നും അവൾ ശപഥം ചെയ്യുന്നു. അതേസമയം തായ്ലാങ് രാജകുമാരി അവളെ വാൺ ചെയ്യുന്നു. പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇനിയും വരും. ആ വരവിൽ പക്ഷേ എല്ലാ ജനങ്ങളെയും കൊന്നൊടുക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനിൽ യുവിയാണ് കാണിക്കുന്നത്. അവൾ ഐസായി മാറാൻ തുടങ്ങുമായിരുന്നു. അന്നേരം ജിങ് അവിടെ വന്ന് അവളെ പുറകിൽ കൂടെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. അന്നേരമാണ് അത്ഭുതമെന്നോണം ആ ഐസ് ഉരുകി പോകുന്നത്. പിന്നീട് യുവി പറയുവാണ്, നിന്റെ ജീവന് വേണ്ടി സ്വന്തം ജീവൻ കളയാൻ തയ്യാറായ ഒരാളെ ഉപേക്ഷിച്ച് നീ തായ്ലാങ് സിറ്റിയിലേക്ക് പോകരുത്. പകരം നിന്റെ യഥാർത്ഥ പ്രണയത്തെ തിരിച്ചറിഞ്ഞ് അയാളുമായി തന്നെ ജീവിക്കണം. അതോടൊപ്പം തന്നെ നീ നിന്റെ ഹൃദയം എനിക്ക് തരുവാണെങ്കിൽ നിന്റെ നഷ്ടപ്പെട്ട ആ സൗന്ദര്യം എനിക്ക് തരാൻ പറ്റും. അങ്ങനെ നിനക്കൊരു ഡീമൺ ആകാൻ പറ്റിയാൽ ലൈഫ് ലോങ് ഹുവാഷിന്റെ കൂടെ തന്നെ സന്തോഷത്തോടെ ജീവിക്കാം. ആ സൗന്ദര്യം എന്നേക്കുമായി നിലനിൽക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യണമെന്ന് മാത്രം, മനുഷ്യനെ വേട്ടയാടി അതിന്റെ ഹൃദയം കഴിക്കണം. അത്രയേ ഉള്ളൂ.
അതേസമയം ഞാൻ മനുഷ്യനായാൽ ആ ഈവിൾ സ്പെല്ലിൽ നിന്നും ഫ്രീ ആവുകയും ചെയ്യും. എന്നാൽ ഇത് കേൾക്കുന്ന ജിങ് ആവട്ടെ, നീ തീർച്ചയായും എൻ്റെ ഹൃദയം ലഭിച്ചാൽ ആ തായ്ലാൻഡ് സിറ്റിയിലേക്ക് തന്നെ പോകണം. അവിടെ ആക്ച്വലായി എന്താണ് ഗൂഢാലോചനകൾ നടക്കുന്നത് എന്നെനിക്കറിയില്ല. പക്ഷേ എന്തായാലും എന്തോ ഒരു ദുരുദ്ദേശം അവിടുത്തെ രാജകുമാരിക്കുണ്ട് എന്നും പറയുവാണ്. ഇത് കേട്ട യുവി ആവട്ടെ സമ്മതമാണെന്നും പറഞ്ഞ് തൻ്റെ ബ്യൂട്ടി ജിങ്ങിന് നൽകി അവളുടെ ഹൃദയം വാങ്ങിക്കുന്നു. അങ്ങനെ യുവി ജിങ്ങായും ജിങ് യുവിയായി മാറുവാണ്. അതിനുശേഷം ജിങ് എന്ത് ചെയ്യുന്നു, നേരെ ഹുവാഷിനെ മീറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ജിങ്ങിന്റെ രൂപം യുവിയുടെ രൂപമാണ്. അതുകൊണ്ട് തന്നെ അവളുടെ വിചാരം ഹുവാഷിന് യുവിയാണ് ഇഷ്ടമെന്നാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രണയം കിട്ടിയെന്ന് ജിങ് വിചാരിക്കുവാണ്. അതേസമയം തായ്ലാൻഡ് സിറ്റിയിലേക്ക് ജിങ്ങിന്റെ രൂപത്തിലുള്ള യുവിയും പോകുന്നു. അവിടെ എത്തിയപ്പോഴാണ് യുവി ഒരു കാര്യം തിരിച്ചറിയുന്നത്. ഏത് രാജകുമാരനെയാണോ അവൾ ആദ്യ സീനിൽ കൊന്നത്, ആ രാജകുമാരന്റെ സിറ്റിയാണ് തായ്ലാൻഡ്. വരാൻ പോകുന്ന സൂര്യഗ്രഹണത്തിന് മുൻപ് തന്നെ ജിങ്ങിന്റെ ഹൃദയം ആ രാജകുമാരന് ലഭിക്കുകയാണെങ്കിൽ അയാൾക്ക് തൻ്റെ ജീവൻ തിരികെ ലഭിക്കും. അതാണ് അവിടുത്തെ പ്ലാൻ. അടുത്ത സീനിൽ ആ ഡീമൺ ഹണ്ടറിനെയാണ് കാണിക്കുന്നത്. അയാളുടെ കയ്യിലുള്ള ഇൻഡിക്കേറ്റർ അന്നേരം തിളങ്ങാൻ തുടങ്ങുന്നു. അതായത് തൊട്ടടുത്ത് തന്നെ ഒരു ഡീമൻ ഉണ്ട്. അന്നേരം ആ നാട്ടിലെ ജിങ് രാജകുമാരിയാണ് യുവയുടെ രൂപത്തിലുള്ള ഡീമനായിട്ട് അവിടേക്ക് നടന്നു വരുന്നത്. എന്നിട്ടോ നേരെ ചെന്ന് അയാളുടെ ഹൃദയം പറിച്ചെടുക്കാനായിട്ട് നോക്കുവാണ്. എന്നാൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അയാൾ ഒരു ഡീമൺ ഹണ്ടർ ആയതുകൊണ്ട് തന്നെ അയാൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ അയാളുടെ ബ്ലഡിന് വരെ ശക്തിയുള്ളത് കൊണ്ട് അവന്റെ ബ്ലഡ് കയ്യിൽ ആയ പാടെ അവളുടെ കൈ എരിയാൻ തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് ഓടിപ്പോകുവാണ്. അന്നേരം തന്നെ അവിടേക്ക് ആ ബേർഡ് ഡീമൻ വന്ന് നടന്ന കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. സത്യത്തിൽ നിന്റെ ഹൃദയം ഇപ്പോൾ എടുക്കാൻ നോക്കിയത് യുവി എന്ന ഡീമന്റെ രൂപത്തിൽ വന്ന ഈ നാട്ടിലെ രാജകുമാരി ജിങ് തന്നെയാണ്. എന്നിട്ട് അവർക്ക് തമ്മിൽ ഹൃദയം കൈമാറ്റം നടന്ന കാര്യമൊക്കെ പറയുവാണ്. ഇതറിഞ്ഞ നിമിഷം തന്നെ ഡീമൻ ഹണ്ടർ ഓടിച്ചെന്ന് ഹുവാഷിനോട് കാര്യങ്ങൾ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അന്നേരം അവളെ കാണാനായിട്ട് ഹുവാഷിൻ അങ്ങോട്ട് പോകുവാണ്. അന്നേരം തന്നെ ജിങ് ഒരു മനുഷ്യ ഹൃദയം കഴിക്കാനായി തുടങ്ങുമായിരുന്നു. എന്നാൽ ഹുവാഷിൻ അത് പോയി തടയുന്നു. നീ ഇത് ഇപ്പോൾ കഴിച്ചാൽ പിന്നീട് ഒരിക്കലും മനുഷ്യനായി മാറാൻ നിനക്ക് സാധിക്കില്ല. എനിക്ക് നിന്നെ പഴയ രൂപത്തിൽ തന്നെയാണ് ഇഷ്ടം. നിന്നെ എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു. ഒരു രാജകുമാരിയെ വെറും ജനറലായ ഞാൻ വിവാഹം കഴിക്കുന്നത് തെറ്റെന്ന് കരുതിയാണ് ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്തത്. എന്നാൽ ഇത് കേൾക്കുന്ന രാജകുമാരിയാവട്ടെ, അപ്പോൾ നിനക്കല്ലേ യുവിയെ ഇഷ്ടമെന്ന് ചോദിക്കുകയാണ്. യുവി തന്റെ മന്ത്രശക്തി കൊണ്ട് എന്നെ വശീകരിച്ചതാണ്. എനിക്ക് നിന്നെ മാത്രമാണ് അന്നും ഇന്നും എന്നും ഇഷ്ടമെന്ന് പറയുന്നു. അടുത്ത നിമിഷം തന്നെ ഹുവാഷിൻ തന്റെ വാളൂരി അവന്റെ കണ്ണുകൾ തന്നെ അറുത്ത് അവനിലുണ്ടായിരുന്ന യുവിയുടെ മന്ത്രശക്തിയെ ഒഴിപ്പിക്കുവാണ്. ഇനി എങ്ങനെയെങ്കിലും ജിങ്ങിന്റെ രൂപത്തിലുള്ള യുവിയെ രക്ഷപ്പെടുത്തിയാൽ മാത്രമേ ജിങ്ങിനെയും രക്ഷപ്പെടുത്താനാവൂ എന്ന് മനസ്സിലാക്കിയ ഹുവാഷിനാവട്ടെ തന്റെ പടയുമായി അങ്ങോട്ട് തന്നെ പോകുന്നു. കണ്ണിലെങ്കിലും അവൻ പൊരിഞ്ഞ ഫൈറ്റാണ്. അവിടെ മറ്റൊരു ഭാഗത്ത് തായ്ലാൻഡ് രാജകുമാരനെ രക്ഷിക്കാനുള്ള മന്ത്രങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ജിന്നിന്റെ രൂപത്തിലുള്ള ആ യുവിയെ കെട്ടിവെച്ചിട്ടുണ്ട്. എന്നാൽ അവിടേക്ക് തന്നെ ബേർഡ് ഡീമൻ വരുവാണ്. ഒപ്പം തന്നെ ആ ഡീമൻ ഹണ്ടർ ഉണ്ട്. എന്നിട്ട് ആ മന്ത്രവാദിയെ അറ്റാക്ക് ചെയ്യുവാണ്. അതേസമയം ആ മന്ത്രവാദിയാവട്ടെ തന്റെ വാളിനകത്തേക്ക് ആ ഡീമൻ ഹണ്ടറിനെ രക്തമാക്കി ആ വാൾ ഉപയോഗിച്ച് ആ ബേർഡിനെ കൊല്ലുവാണ്. ഇത് കാണുന്ന ഡീമൻ ഹണ്ടർ ഒരുപാട് വിഷമിക്കുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ഡീമൻ ബേർഡ് മരിച്ചതിന് ശേഷം ഒരുപാട് കൂട്ടം പക്ഷികളായി മാറി വന്ന് ആ മന്ത്രവാദിയെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഫൈനലി ആ മന്ത്രവാദിയുടെ കഥയും കഴിയുന്നു. അന്നേരം അവിടെ വന്ന ഹുവാഷിനാവട്ടെ യുവിയോട് എൻ്റെ ഹൃദയം എടുത്ത് പകരം ആ പാവം രാജകുമാരിയെ വിട്ടേക്കു എന്ന് പറയുവാണ്. എന്നാൽ ഇതൊക്കെ കേട്ട യുവി ആവട്ടെ മറുത്തൊന്നും പറയാതെ ഹുവാഷിന്റെ ഹൃദയം പകരമായി വാങ്ങാതെ രാജകുമാരിക്ക് അവളുടെ ഹൃദയം തിരികെ നൽകുന്നു. ആ നിമിഷം തന്നെ രാജകുമാരിയുടെ മുഖത്തെ മുറിവ് മാഞ്ഞു പോയിരിക്കുന്നു. കണ്ണു കെട്ടിയിരുന്ന ഹുവാഷിൻ ആ കെട്ടഴിച്ചു മാറ്റിയതും കാഴ്ച ലഭിക്കുന്നു. അങ്ങനെ ഹുവാഷിനും രാജകുമാരിയും ഒന്നിച്ച് ഒരു കുതിരപ്പുറത്ത് അങ്ങനെ ഒന്നായി പോകുന്നതായി കാണിക്കുന്നു. ലാസ്റ്റ് സീനിൽ ആ ഡീമൻ ഹണ്ടറിന്റെ വോയിസ് ഓവർ ആണ് കേൾക്കുന്നത്. സൂര്യഗ്രഹണത്തിന് മുൻപ് ഒരു ഡീമൻ മനുഷ്യനുമായി ഹാർട്ട് എക്സ്ചേഞ്ച് ചെയ്താൽ അവരെപ്പോഴും ഒരു ആത്മാവ് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ജിങ്ങിന്റെ മുഖത്തെ മുറിവ് മാഞ്ഞു പോയത്. അതുപോലെ തന്നെ ഇനി ജിങ് എത്ര കാലം ജീവിക്കുമോ അത്രയും കാലം യുവിയും ജീവിക്കും. അവസാന സീനിൽ ഡീമൻ ഹണ്ടറിന്റെ കൂടെ ആ ബേർഡ് ഡീമൻ ഒരു പക്ഷിയായി അവിടെ നിൽക്കുന്നത് കാണുന്നു. ഒരു നല്ല സുഹൃത്തിനെ പോലെ അതിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആ ഡീമൻ ഹണ്ടർ ആകട്ടെ അന്നേരം അതിന്റെ വീണുപോയ തൂവൽ തന്റെ പുസ്തകത്തിൽ വെക്കുന്നത് കാണിച്ചുകൊണ്ട് ആ നല്ല സിനിമ അവിടെ അവസാനിക്കുന്നു.